ചാപ്റ്ററായ ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ചില ടേംസും ടോപ്പിക്സ് ഒക്കെ ഇതിന് മുന്നേ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് എങ്ങനെയാണ് പ്രധാനമായിട്ടും ലീനിയർ ഇൻഇക്വാളിറ്റീസ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 റൂൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ആ റൂള്? ഒന്നാമത്തെ റൂൾ, ഒരു ഇൻഇക്വാളിറ്റി തന്നു കഴിഞ്ഞാൽ ആ ഇൻഇക്വാളിറ്റിയുടെ കൂടെ ഒരു നമ്പർ, ഒരേ ഒരു നമ്പർ തന്നെ, സെയിം ആയിട്ടുള്ള നമ്പർ നമ്മൾ ആ ഇൻഇക്വാളിറ്റിയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഇക്വാളിറ്റിക്ക് സൈൻ ചേഞ്ച് ഉണ്ടാവും ഇല്ല. എക്സാമ്പിൾ നമ്മളിവിടെ 3<7 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റിയുടെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പം 2 3യുടെ കൂടെ ആഡ് ചെയ്യണം, 2 എന്ത് ചെയ്യണം, 7 കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5<9 വരും. ശരിയാണ്. അങ്ങനെ അതായത് ഈ ഒരു ഇൻഇക്വാളിറ്റി സിമ്പിളിന് എന്ത് വന്നിട്ടില്ല, ഇത് സിമ്പിൾ റിവേഴ്സ് ആയിട്ടില്ല, അതായത് ചേഞ്ച് വന്നിട്ടില്ല. സോ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഇതേ റിസൾട്ട് തന്നെയാണ്. ഇത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഇതേ ഒരു റിസൾട്ട് തന്നെയാണ് വരുന്നത്, അതായത് സൈൻ ചേഞ്ച് വരുന്നില്ല. ഇനി മറ്റൊരു ഇൻഇക്വാളിറ്റി 2<6 എന്ന് എഴുതാം. നമ്മളിവിടെ ഇൻഇക്വാളിറ്റിയുടെ ബോത്ത് സൈഡ്സിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1<3 എന്നായിരിക്കും. ശരിയല്ലേ? അതേസമയം -2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -1 ലെഫ്റ്റ് സൈഡിൽ കിട്ടും, റൈറ്റ് സൈഡിൽ -3 കിട്ടും. പക്ഷെ നമുക്കറിയാം 1 ഗ്രേറ്റർ ദാൻ -3 അല്ലേ? അതായത് ഇവിടെ ഇൻഇക്വാളിറ്റി സിമ്പിളിന് അല്ലെങ്കിൽ സൈനിന് ചേഞ്ച് വന്നു. അപ്പോൾ രണ്ടാമത്തെ റൂളിൽ ഇത്രേ പറയുന്നുള്ളൂ. ഏതൊരു ഇൻഇക്വാളിറ്റി എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു പോസിറ്റീവ് നമ്പർ അതിനകത്ത് ഡിവൈഡ് ചെയ്യുകയോ 2 സൈഡിലും ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈനിന് ചേഞ്ച് ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു നെഗറ്റീവ് നമ്പറാണ് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സൈൻ എന്ത് ചെയ്യും? റിവേഴ്സ് ആവും. അതാണ് ഈ 2 റൂളിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് 5.1 ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സോൾവ് ദ ഇൻഇക്വാളിറ്റി 24x <100 when x is a natural number, x is an integer. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രോബ്ലത്തിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഇൻഇക്വാളിറ്റിയാണ്. ഈ ഇൻഇക്വാളിറ്റി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് എടുക്കുന്നു? നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് ചെയ്ത് എടുക്കുമ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇനി എക്സ് ഒരു ഇൻറ്റിജർ ആയിട്ട് എടുക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിലെ സൊല്യൂഷനാണ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ഇവിടെ എഴുതാം. 24x <100. സോ അതിൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി ആദ്യം 24x <100 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റി എഴുതുക. ഇവിടുന്ന് എന്ത് ചെയ്യണം? x <100/24 എന്ന് കിട്ടും. ശരിയല്ലേ? ഈ 100ഉം 24ഉം ഒക്കെ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ 2ൻ്റെ ടേബിളിൽ വരുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് x <50/12 എന്ന് എഴുതാം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. x <25/6 എന്ന് വരും. പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യാൻ കോമൺ ആയിട്ട് നമ്പേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതങ്ങ് ഡയറക്റ്റ് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 6 4s എന്ന് പറയുന്നത് 24 വരും. അപ്പോൾ റിമൈൻഡർ 1 വരും. 0 കൊടുത്തു, ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുത്തു. പിന്നെ നമുക്ക് എഴുതാം 4.1, ഇവിടെ 6, അങ്ങനെ എഴുതി പോവാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും x <4.1 ആയിരിക്കും. x <4.1 ആയിരിക്കും. എക്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്? എക്സ് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നാണ് എടുക്കുന്നത്. നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, എക്സെട്ര അങ്ങനെ പോകുന്ന സെറ്റാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച കാര്യം x <4.1 ആണ്. അപ്പോൾ 4.1നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ വരുന്ന എക്സുകൾ ഏതൊക്കെയാണ്?
എക്സുകൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? സൊല്യൂഷൻ എന്ന് പറയുന്ന എക്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും. ഇത്രയും വരുമോ? ഇത്ര നമ്പേഴ്സ് വരുമോ? വരും, ഉറപ്പായിട്ടും വരും അല്ലേ? അതായത് 1 ലെസ് ദാൻ 4.1 ആണോ? ആണ്. 2 ലെസ് ദാൻ 4.1 ആണോ? ആണ്. 3 ലെസ് ദാൻ 4.1 ആണോ? ആണ്. 4 ലെസ് ദാൻ 4.1 ആണോ? ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഇന്നിക്വാളിറ്റി, അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഇന്നിക്വാളിറ്റി എന്ത് ചെയ്തു? ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. ഇവിടുന്ന് പിന്നെ നമ്മൾ ഡയറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് എഴുതി. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്യും? സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ എന്താണെന്നാണ്. എക്സ് ഒരു ഇൻറ്റിജർ ആണ്. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ എൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന 4.1-നേക്കാൾ താഴെയാണ്, ലെസ് ദാൻ ആണ് അല്ലേ? അപ്പം ഇൻറ്റിജേഴ്സ് ഏതൊക്കെ വരും? ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എഴുതുകയെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം വരും. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം വരും. പിന്നെ 0 വരുമോ? വരും. പിന്നെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം വരും. അതായത് 0ൻ്റെ കൂടെ റൈറ്റിലോട്ട് 1 ആഡ് ചെയ്ത് പോകുന്ന എല്ലാ നമ്പേഴ്സും വരും. ലെഫ്റ്റിലേക്ക് 1 സബ്ട്രാക്ട് ചെയ്ത് പോകുന്ന എല്ലാ നമ്പേഴ്സും ഇൻറ്റിജറായിട്ട് പറയും. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം എഴുതി വെക്കാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എല്ലാം ഇതുപോലെ ഇൻറ്റിജർ സൊല്യൂഷനകത്തും ഈ ഇൻഇക്വാളിറ്റിയുടെ ഇൻറ്റിജർ സൊല്യൂഷനകത്തും വരും. പിന്നെ റൈറ്റ് സൈഡിലോട്ടൊന്നുമില്ല, 4ൽ വന്ന് നിൽക്കും. 0 വരുമോ? പിന്നെ വരും. -1 വരുമോ? വരും. -2 വരുമോ? വരും. അങ്ങനെ ലെഫ്റ്റിലോട്ട് എല്ലാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും എന്താണ്? ഈ തന്നിരിക്കുന്ന ഇന്നിക്വാളിറ്റിയുടെ സൊല്യൂഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് നിലവിലിപ്പം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ വരുന്ന സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പിന്നീട് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ ഇൻറ്റിജർ സെറ്റിൽ വരുന്ന സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് -12x ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുന്ന ഒരു ഇനിക്വാളിറ്റിയാണ്. ആണോ? ആണ്. -12. ഇപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്തു. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് -12x ഗ്രേറ്റർ ദാൻ 30. ഇപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനെ നമുക്ക് -12x എവിടെ കിടപ്പുണ്ട്? ഈ ഇനിക്വാളിറ്റിൻ്റെ ലെഫ്റ്റിൽ കിടപ്പുണ്ട്. നമുക്ക് ഇനിക്വാളിറ്റിൻ്റെ ലെഫ്റ്റിൽ എപ്പോഴും ആരെ കൊണ്ടുവരണം? എക്സിനെ കൊണ്ടുവരണം. കാരണം എക്സിലല്ലേ സൊല്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ എക്സ് അവിടെ നിർത്തിക്കൊണ്ട് -12 കൊണ്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. -12 കൊണ്ട് ലെഫ്റ്റിൽ ഡിവൈഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവിടെ 1 ആവും. റൈറ്റിൽ ഡിവൈഡ് ചെയ്യുമ്പോഴോ 30 ഡിവൈഡഡ് ബൈ -12 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം -12 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. നമ്മൾ റൂൾ സെക്കൻഡ് പ്രകാരം എന്താ പഠിച്ചത്? ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിൽ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇനിക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എക്സ് ലെസ് ദാൻ 30 ബൈ -12 എന്നാക്കി. ഇവിടെ ചെയ്ത പരിപാടി മനസ്സിലായല്ലേ? ഇവിടെ കിടക്കുന്നത് ഗ്രേറ്റർ ദാൻ സിമ്പലാണ്. നമുക്കിവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് -12 കൊണ്ടാണ് ഈ ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? ആ -12 കൊണ്ട് 30നെ ഡിവൈഡ് ചെയ്തു. 30നെ ഡിവൈഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം? റൂൾ സെക്കൻഡ് പ്രകാരം ഈ ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ റിവേഴ്സ് സിമ്പിൾ ലെസ് ദാൻ കൊടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇതിനെ ഫർദർ എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ, ഇത് 2ൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നത്, -15 ബൈ 6 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 × 2 12 എന്ന് വരും. റിമൈൻഡർ 3 വരും. ഫർദർ ഡിവൈഡ് ചെയ്യുമ്പം 2.5 എന്ന് കിട്ടും. ശരിയല്ലേ? 6 × 2.5 ആണ് 15. അതായത് എക്സ് ലെസ് ദാൻ ഇവിടെ 2.5 ആണ്. എക്സ് ലെസ് ദാൻ 2.5 ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്.
സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2.5 താഴെയുള്ള എക്സുകൾ 1 വരും, 2 വരും. 3 വരുമോ? വരില്ല. 3 ഗ്രേറ്റർ ദാൻ 2.5 ആണ്. സോ ഇവിടെ ഈ ഇന്നിക്വാളിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? 1ഉം 2ഉം. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലോട്ട് പോകും. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് ആൻ എലമെൻറ്റ് ഓഫ് ഇൻറ്റിജർ. എക്സ് ഇൻറ്റിജർ എന്ന് പറയുന്നത് എക്സ് ഒരു ഇൻറ്റിജറാണ്. എക്സ് ഇൻറ്റിജർ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെ വരും? എക്സ് ഇൻറ്റിജർ ആകുമ്പോൾ സൊല്യൂഷൻ എന്തൊക്കെ വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഈ 1ഉം 2 ഇൻറ്റിജർ ആണോ? അതെ, 1ഉം 2 ഇൻറ്റിജർ ആണ്. റൈറ്റിലോട്ട് പിന്നെ ഉണ്ടോ? ഇല്ല. പിന്നെ 0 വരുമോ? വരും. -1 വരുമോ? വരും. -2 വരുമോ? വരും. എല്ലാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും അവിടെ വരും. ഇവിടെ എക്സെട്രാ സിമ്പിളാണ് കൊടുക്കുന്നത്. എല്ലാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും അവിടെ വരും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5x - 3 <7 എന്ന് പറയുന്ന പ്രോബ്ലമാണ്. ശരിയല്ലേ? 5x - 3 <7 എന്ന് പറയുന്ന പ്രോബ്ലമാണ്. അത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എക്സ് ഒരു റിയൽ നമ്പർ ആകുമ്പോൾ. അപ്പോൾ 5x - 3 <7 ആണ്. 5x - 3 <7 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യുന്നതിന് എക്സിനെ ലെഫ്റ്റിൽ കൊണ്ടെത്തി. എക്സിനെ ലെഫ്റ്റിലെ എക്സിനെ മാത്രം കൊണ്ടെത്തിക്കാം. അപ്പോൾ 5x -3 ആയതുകൊണ്ട് -3 റൈറ്റിലോട്ട് പോകുമ്പോൾ +3 അല്ലേ? +3. അപ്പം 5x <10 എന്ന് വരും. പിന്നെ എന്ത് ചെയ്യുക? 5 കൊണ്ട് ബോത്ത് സൈഡ്സ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10/5 എന്ന് വരും. ഇവിടെ എന്ത് വരും ആൻസർ? ഇവിടെ x <2 എന്ന് വരും. x <2 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ്. എക്സ് ഒരു ഇൻറ്റിജർ ആണ്. എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്ത് എഴുതാം? x <2 ആയതുകൊണ്ട് 1 ഉറപ്പായിട്ടും അതിൻ്റെ സൊല്യൂഷനാണ്. പിന്നെ ആര് വരും? 0 വരും. -1 ഉണ്ടോ? ഉണ്ട്. -2 ഉണ്ടോ? ഉണ്ട്. പിന്നെ എല്ലാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും അതിൻ്റെ സൊല്യൂഷനായിട്ട് വരും. ഇനി നോക്കിക്കേ, എക്സ് ഒരു റിയൽ നമ്പർ ആണെന്നാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എക്സ് ഒരു റിയൽ നമ്പറാണ്. ഇപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇമാജിനറി നമ്പേഴ്സ് ഒഴികെ, അതായത് √−1ൻ്റെ √−1 i ആയിട്ടെടുത്ത് എഴുതുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ എന്താണ്? ഇമാജിനറി നമ്പേഴ്സിനകത്ത് വരും. അപ്പോൾ അത്തരത്തിൽ ഇംപ്രോപ്പർ റൂട്ട് അല്ലെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇറാഷണൽ നമ്പേഴ്സ് വരും. പിന്നെ അല്ലാണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമാജിനറി അല്ലാത്ത നമ്പേഴ്സ് എല്ലാം ഇവിടെ വരും, റിയലിനകത്ത് വരും. അപ്പോൾ നമ്മൾ പഠിക്കുന്നതല്ല റിയൽ നമ്പറാണ്. അപ്പോൾ ഈ റിയൽ നമ്പർ എന്തിന് താഴെയാണ്? എക്സിന് 2ന് താഴെയാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ്. അത് 2ന് താഴെയാണ്. എക്സ് ഒരു റിയൽ നമ്പറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ 2ന് താഴെ എന്ന് പറയുമ്പം നമുക്ക് എന്തെഴുതാം? ഇതിന് ഓപ്പൺ ഇൻ്റർവെൽ, അതായത് ഓപ്പൺ ഇൻ്റർവെൽ എന്നല്ല, ഇൻ്റർവെല്ല് കൊണ്ട് ഈ ഒരു സൊല്യൂഷനെ സൂചിപ്പിക്കും. എങ്ങനെയാണ് ഇത് എഴുതുന്നത്? അപ്പോൾ 2വിനാണ് താഴെ. അപ്പോൾ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എവിടെ വരും? 2വിന് താഴോട്ടുള്ള എല്ലാ നമ്പേഴ്സും വരും. സോ ലെഫ്റ്റ് എൻഡ് -∞ കിടക്കട്ടെ. റൈറ്റ് എൻഡ് എന്താണ്? 2വിന് താഴോട്ടുള്ളതാണ്. അപ്പോൾ റൈറ്റ് എൻഡ് 2 വരും. 2വിന് താഴോട്ടാണ്, 2 ഇല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് എൻഡ് എന്താണ്? ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ലെഫ്റ്റ് എൻഡ് -∞ ആയതുകൊണ്ട് എപ്പോഴും ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ -∞ to 2 ആണ്. എക്സ് ഒരു റിയൽ നമ്പർ ആകുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇന്നിക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിനെ ഒരു റിയൽ ലൈനിൽ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. റിയൽ ലൈനിൽ ഞാൻ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. നോക്കിക്കോണേ, ഞാൻ ആദ്യം റിയൽ ലൈൻ വരച്ചു. ജസ്റ്റ് ഒരു റിയൽ ലൈൻ വരയ്ക്കാം. നമുക്ക് എന്ത് കൊടുക്കുക? ഇവിടെ 0 1 1 2 3 അങ്ങനെ എത്ര ആണെങ്കിലും എഴുതി പോവാം. ലെഫ്റ്റിലോട്ട് -1 -2 -3 അങ്ങനെ. ഈ ആരോ എന്തിനാ സൂചിപ്പിക്കുന്നത്? ഇതിനൊരു എൻഡ് ഇല്ല. ഇതിന് അങ്ങോട്ട് ഇൻഫിനിറ്റി ആണ്, ഇങ്ങോട്ട് ഇൻഫിനിറ്റി ആണ്. ഇത് വേണമെങ്കിൽ മൈനസ്, ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെന്ന് വേണമെങ്കിൽ കാണിക്കാം. ഇനി നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 2വിന് താഴോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. 2 വരുമോ? 2 വരുന്നില്ല.
2 വരാത്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുക, 2ൻ്റെ അവിടെ നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുത്തൊരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. 2 ഇല്ലയെന്ന് കാണിക്കാനാണ് ആ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. 2 ഇല്ലയെന്ന് കാണിക്കാനാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് എൻഡിലേക്ക് ആരോ കൊടുക്കുക. ലെഫ്റ്റ് എൻഡിലേക്ക് ആരോ കൊടുക്കുക. ഇതാണെന്ത്, ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് എൻഡിലേക്ക് ഒരു ആരോ കൊടുക്കുക. ഇതാണ് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ടോ? 2 ഇല്ല, അതുകൊണ്ടാണ് 2ൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. 2ന് ലെഫ്റ്റിലോട്ട് എല്ലാ നമ്പേഴ്സും തന്നെ ഈ ഒരു ഇന്നിക്വാളിറ്റിയുടെ സൊല്യൂഷനായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഫോർത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് 3x + 8 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2. ഇത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തോ, എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ഒരു റിയൽ നമ്പർ ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇവിടെ 3x ലെഫ്റ്റിൽ ലീവ് ചെയ്തിട്ട് റൈറ്റിൽ 2 - 8 എടുക്കുക. അങ്ങനെയെങ്കിൽ 3x ഗ്രേറ്റർ ദാൻ 2 - 8 എന്താണ്? -6 ആണ്. ഇനി 3 ഉണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൈനിന് ചേഞ്ച് ഇല്ല. എക്സ് ഗ്രേറ്റർ ദാൻ -6/3 എന്ന് വരും. എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിതാ ഇവിടെ ചെയ്തതാ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കിടന്ന ഈ ഇന്നിക്വാളിറ്റിയെ എന്ത് ചെയ്തു, എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറയുന്ന സിമ്പിൾ ഇന്നിക്വാളിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചു. സിമ്പിൾ ഒരു ഫോമിലേക്ക് കൊണ്ടെത്തിച്ചു. ഇനി നമ്മൾ നോക്കുക, ഫസ്റ്റ് നമുക്ക് എക്സ് എലമെൻറ്റ് ഓഫ് ഇൻറ്റിജർ അല്ലെങ്കിൽ എക്സ് ഒരു ഇൻറ്റിജർ നമ്പർ ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ, പറയാൻ പറ്റും. -2നേക്കാൾ ഗ്രേറ്റർ ആണ്. -2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഏത് വരും? -1 വരും. കാരണം -2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ഇൻറ്റിജർ -1 ആണ്. പിന്നെ എന്ത് വരും? 0 വരും. 1 വരും, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അങ്ങനെ റൈറ്റ് സൈഡിലോട്ട് എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ് എലമെൻറ്റ് ഓഫ് റിയൽ നമ്പർ എന്നാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരുന്നത്? ഇവിടെ നമുക്ക് കിട്ടി എക്സ് ഗ്രേറ്റർ ദാൻ -2 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന -2നേക്കാൾ വലിയൊരു റിയൽ നമ്പർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ -2നേക്കാൾ വലിയ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ -2ന് റൈറ്റ് സൈഡിലോട്ട് പോകണം. അപ്പോൾ ലെഫ്റ്റ് എൻഡ്, ഇപ്പോൾ ഇവിടെ ഇൻ്റർവെൽ വൈസിൽ കാണിക്കുമ്പോൾ ലെഫ്റ്റ് എൻഡ് -2 വരും, റൈറ്റ് എൻഡ് എന്ത് വരും? പോസിറ്റീവ് ഇൻഫിനിറ്റി വരും. പോസിറ്റീവ് ഇൻഫിനിറ്റി ആകുമ്പോൾ അവിടെ ഓപ്പൺ ഇൻ്റർവെൽ. ഇവിടെ ലെഫ്റ്റ് എൻഡിൽ -2 ഉണ്ടോ? ഇവിടെ -2 എന്ന് പറയുന്ന ആള് ഇവിടെ ഇല്ല. -2നേക്കാൾ വലുതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതാണ് എന്ത്? ഇതാണ് ഇൻറ്റിജർ സൊല്യൂഷൻ. ഇത് റിയൽ നമ്പറിലുള്ള ടേംസിലുള്ള സൊല്യൂഷൻ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നിലവിൽ ഇപ്പം നമ്മൾ 4 ക്വസ്റ്റ്യൻ വരെ ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കിടക്കുന്നത്? സോൾവ് ദ ഇനിക്വാളിറ്റീസ് ഇൻ എക്സസൈസസ് 5 to 16. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 5 to 16 വരെയുള്ള ഇനിക്വാളിറ്റി സോൾവ് ചെയ്യണം. ഫോർ റിയൽ എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ ഇതുപോലെ റിയൽ എക്സ് എന്ന് തന്നിട്ടില്ലെങ്കിൽ പോലും ചുമ്മാ ഒരു ഇന്നിക്വാളിറ്റി തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ആയിട്ട് എടുക്കണം? എക്സ് റിയൽ നമ്പറായിട്ട് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ 4 റിയൽ എക്സ് എന്ന് എടുത്ത് പറയത്തില്ലായിരിക്കും. സോൾവ് ചെയ്യാൻ പറയുമ്പം 4 റിയൽ എക്സ് എന്ന് എടുത്ത് പറയത്തില്ലായിരിക്കും. അങ്ങനെ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വെറുതെ ഒരു ഇന്നിക്വാളിറ്റി തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതുപോലെ റിയൽ നമ്പറിൻ്റെ ടേംസിലാണ് അല്ലെങ്കിൽ റിയൽ നമ്പറാണ് എക്സ് എന്നുള്ള ആ ഒരു അസംഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഇവിടുത്തെ 5th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5th ക്വസ്റ്റ്യൻ എന്നിങ്ങനെയാണ് കിടക്കുന്നത്? 5th ക്വസ്റ്റ്യൻ കിടക്കുന്നത് 4x + 3 < 5x + 7 ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എക്സിനെ കൊണ്ടുവരിക. ഇപ്പോൾ എക്സ് മാത്രമുള്ള ടേംസ് 4x - 5x. അതായത് റൈറ്റിൽ 5x ആണ്, ലെഫ്റ്റിൽ വരുമ്പം -5x ആണ്.
7 മൈനസ് 3 എന്ന് എഴുതാം. 4x മൈനസ് 5x എന്ത് വരും? -x. (7 മൈനസ് 3 എന്താണ്? 4 വരും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് -x <4 എന്ന് കിട്ടി. നമുക്ക് എക്സിൻ്റെ ടേംസ്, എക്സ് അല്ലേ സൊല്യൂഷൻ, അപ്പം -1 കൊണ്ട് ബോത്ത് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പം x ഗ്രേറ്റർ ദാൻ -4 എന്ന് വരും. റൂൾ നമ്പർ 2 ശരിയല്ലേ? x ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റിയൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ -4 വരും, റൈറ്റ് എൻഡിൽ ഇൻഫിനിറ്റി വരും. അപ്പോൾ -4നേക്കാൾ വലിയ എല്ലാ റിയൽ നമ്പേഴ്സും വരും. -4 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ ഓപ്പൺ. ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. -4 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. 6th ക്വസ്റ്റ്യൻ ചെയ്താലോ? 6th ക്വസ്റ്റ്യൻ കിടക്കുന്നത് 3x - 7 ഗ്രേറ്റർ ദാൻ 5x - 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം 3x - 5x ഗ്രേറ്റർ ദാൻ -1 + 7 എന്ന് വരും. ശരിയാണോ? -2x ഗ്രേറ്റർ ദാൻ 7 - 1 എന്ത് വരും? 6 വരും. ഇനി എന്ത് ചെയ്യണം? എക്സ് മാത്രം ലെഫ്റ്റിൽ വരണം. എക്സ് മാത്രം ലെഫ്റ്റിൽ വരണമെങ്കിൽ -2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൂൾ നമ്പർ 2 അപ്ലൈ ചെയ്യണം. എക്സ് ലെസ് ദാൻ ആക്കി മാറ്റി, സൈൻ ചേഞ്ച് ചെയ്തു. ഇനി 6/-2 വരും. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 6/-2 എന്ത് വരും? -3 വരും. അതായത് -3ന് താഴെയുള്ള എല്ലാ റിയൽ നമ്പരും ഇതിൻ്റെ സൊല്യൂഷൻ. -3ന് താഴെയാണ്. അപ്പോൾ റൈറ്റ് എൻഡിൽ -3 വരും. താഴോട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരുമെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ -∞ വരും. -∞ എപ്പോഴും ഓപ്പൺ ആണ്. -3 ഇല്ല. -3 ഇല്ലാത്തതുകൊണ്ട് -3ക്ക് ഓപ്പൺ കൊടുക്കുക. -∞ ടു -3 ആണ് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൽ വരുന്നത്. സൊല്യൂഷൻ ഇൻ്റർവെൽ വരുന്നത്. ഇതിനെ ഓരോന്നിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഓരോന്നിനെ നമുക്ക് റിയൽ ലൈന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കിടക്കുന്നത്? 7th ക്വസ്റ്റ്യൻ വരുന്നത് 3 × x - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x - 3 ആണ്. സോ ഇവിടെ നമ്മൾ എല്ലാ പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഞാൻ പല മാർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്, തെറ്റാതിരിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിനെ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ 3x - 3 വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x - 6 വരും. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? എക്സിൻ്റെ ടേംസ് ലെഫ്റ്റ് സൈഡിൽ ഒരുപോലെ കൊണ്ടുവരിക. അവിടെ 3x ഉണ്ട്, റൈറ്റിൽ 2x ആയിരുന്നു. അപ്പോൾ ലെഫ്റ്റിൽ വരുമ്പോൾ -2x ആയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ -6 കിടപ്പുണ്ട്. ലെഫ്റ്റിൽ -3 ആണ്. അപ്പോൾ റൈറ്റിൽ വരുമ്പോൾ +3 ആവും. 3x - 2x ഡയറക്റ്റ് ആയിട്ട് x കിട്ടും. ഇപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ -6 + 3 ആണ്. എന്തായാലും ആൻസർ വരും? -3 വരും. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പിന്നെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -3ന് താഴോട്ടുള്ള അല്ലെങ്കിൽ -3നേക്കാൾ ലെസ് ദാനായ എല്ലാ റിയൽ നമ്പരും ഇത് വരും. -3 എന്താണ്? ഇതിൻ്റെ സൊല്യൂഷനാണ്. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പം ഇതിൻ്റെ റൈറ്റ് എൻഡിൽ ആര് വരും? -3 വരും. ലെഫ്റ്റ് എൻഡിൽ ആര് വരും? -∞ വരും. -∞ വരുമ്പോൾ അവിടെ എന്താണ്? ഉറപ്പായിട്ട് ഓപ്പൺ ആണ്. റൈറ്റ് എൻഡിൽ -3 ആണ്. ഇവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ -3 അതിൻ്റെ സൊല്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? ക്ലോസ്ഡ് സൈൻ്റെ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ സൈൻ കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് 8th ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ഇൻഇക്വാളിറ്റി? 3 × 2 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 1 - x എന്നാണ് ഇൻഇക്വാളിറ്റി. ഇവിടെ 3നെ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 3 × 2 എന്ന് പറയുന്നത് 6 വരും. 3 × -x എന്ന് പറയുന്നത് -3x വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 1 2 2 × -x -2x വരും. ഇനി ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ ടേംസ് മാത്രം കൊണ്ടുവരിക. അപ്പോൾ -3x + 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 6 എന്ന് വരും. സോ -3x + 2x എന്താണ്? -x ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 6 എന്ത് വരും? -4 വരും. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എക്സിൻ്റെ ടേംസിലാണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. ഇവിടെ -x ആണ് കിടക്കുന്നത്. സോ -1 കൊണ്ട് രണ്ട് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം -x ഡിവൈഡഡ് ബൈ -1 എന്ന് പറയുന്ന x വരും. ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്.
ഓക്കെ. ഇനി -4 -1 ബൈ -1 എന്ത് വരും? 4 വരും. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എൻഡിൽ 4 വരും. 4ൻ്റെ അവിടെ എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി ലെഫ്റ്റ് എൻഡിലോ -∞ വരും. സോ ദിസ് ഈസ് ഓപ്പൺ ഇൻ്റർവൽ -∞ to 4 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ് കിടക്കുന്നത്? x + x/2 + x/3 <11. ഇത് നമ്മൾ ചെയ്ത എല്ലാ ടൈപ്പിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് കാണണം? ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് സിമ്പിളായിട്ട് ഓരോന്നിനെയും ഓരോ ഫ്രാക്ഷനെയും പ്രത്യേകം പ്ലസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ ടേംസ് കൊണ്ടുവരിക. ഇവിടെ x ഉണ്ട്, x+2 ഉണ്ട്, x+3 ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് x + x+2 കണ്ടു കഴിഞ്ഞാൽ 3x/2 എന്ന് വരും. ശരിയല്ലേ? ഇനി പ്ലസ് x/3 കാണാം, <11 എന്ന് വരും. 3 × 3x, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ സിമ്പിളായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 3x × 3 എന്ന് പറയുന്നത് 9x + 2x/6 <11 എന്ന് വരും. അപ്പോൾ ഇവിടെ 11x/6 <11 എന്ന് വരും. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ 11 ഉണ്ട്, ക്യാൻസൽ ചെയ്യുന്നു. x/6 <1 എന്ന് വരും, x <6 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എൻഡിൽ 6 വരും, ലെഫ്റ്റ് എൻഡിൽ -∞ വരും. ഓപ്പൺ ഇൻ്റർവൽ -∞ to 6 എന്ന് വരും. 6 ഉണ്ടോ ഇവിടെ? 6 ഇല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് x/3 > x/2 + 1 എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഫർദർ ചെയ്യുന്നതിന് എക്സിൻ്റെ ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. എക്സിൻ്റെ ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരുമ്പം x/3 - x/2 > 1 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2x - 3x / 6 > 1 എന്ന് വരും. ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ 2x - 3x എന്ത് വരും? -x/6 > 1 എന്ന് വരും. -x <6 എന്ന് വരും. x <−6 എന്ന് വരും. കാരണം -1 ഉണ്ടാകുന്ന ഡിവൈഡ് ചെയ്ത്, അപ്പം ഇൻഇക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്തു. അപ്പോൾ -6നേക്കാൾ താഴെയാണ് എന്ത് വരുന്നത്? നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത്. -6നേക്കാൾ താഴെയാണ് നമ്മുടെ സൊല്യൂഷൻ കിടക്കുന്നത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് വരും? -∞ to -6. ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഓപ്പൺ ഇൻ്റർവെൽ -∞ to -6 ആണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 × x - 2/5 < > 5 × 2 - x/3 ആണ്. ഇവിടെ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റിലും റൈറ്റിലും എന്താണ്? ഫ്രാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് പരസ്പരം ക്രോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ താണ്ടേ 3 × x - 2നെ 3 ആയിട്ട് ക്രോസ് ചെയ്യണം. 5 × 5 × 2 - x ക്രോസ് ചെയ്യണം. സോ നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് 9x - 18 എന്ന് നമുക്ക് ലെഫ്റ്റിൽ വരും. ശരിയല്ലേ? ക്രോസ് ചെയ്യുമ്പം ഒന്നും കൂടെ സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 × 3 × x - 2 < > 5 × 5 × 2 - x എന്ന് വരും. നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9 × x - 2 < < 25 × 2 - x എന്ന് വരും. വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9x - 18 < < 50 - 50 ആണേത് 50 - 25x എന്ന് വരും. ഇതാണ് ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പോയ സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. അത് കുറേ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതായത് 9x - 18 < < 50 - 25x എന്ന് പറയുന്നത്. ബാക്കി എന്ത് ചെയ്യാം? ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും. ഇനി എന്ത് ചെയ്യുക? എക്സിൻ്റെ ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. അപ്പോൾ 9x + 25x < < 50 + 18 എന്ന് വരും. 9x + 25x എന്താണ്? 34x എന്ന് വരും. < < 50 + 18 എന്ത് വരും? 64
8 വരും. അപ്പോൾ നമുക്കറിയാം 34ൻ്റെ ഡബിളാണ് 68 എന്നുള്ളത്. അപ്പോൾ എക്സ് ലെസ് ദാൻ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരും. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ നമുക്ക് വേറെ റിങ്കിൽ കൊടുക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 2നേക്കാൾ താഴെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. അപ്പോൾ റൈറ്റ് എൻഡിൽ 2 വരും, ലെഫ്റ്റ് എൻഡിൽ -∞ വരും. -∞ ആയതുകൊണ്ട് ലെഫ്റ്റിൽ ഓപ്പൺ ആണ്, റൈറ്റിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ to 2 എന്നാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം 12th ക്വസ്റ്റ്യൻ ആണ്. 12th ക്വസ്റ്റ്യൻ കിടക്കുന്ന രീതി നോക്കിയാൽ 1/2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 3x/5 + 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ഇൻറ്റു x - 6 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഈ ഒരു സാധനം കണ്ടല്ലോ, ഈ ഒരു സാധനത്തിന് നമ്മൾ പ്രോപ്പറാക്കി എടുക്കണം. അതായത് ഇവിടെ ഒരു ഫ്രാക്ഷൻ കിടക്കുകയാണ്, ഇവിടെ ഒരു നമ്പർ കിടക്കുകയാണ്. അതിനെ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് ഫ്രാക്ഷൻ ആക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. സോ ഇതിനെ നമുക്ക് ഫർദർ 1/2 ഇൻറ്റു 3x + 5 × 4 5 × 4 20 വരും. 20/5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x - 6/3 എന്ന് ഡയറക്റ്റ് എടുത്ത് എഴുതാം. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് ചെയ്യാം. ഇതിനെ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഇവിടെ 1/2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ആണ്. 1/2 ഡിനോമിനേറ്ററിൽ 2 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ 5 ആണ്. ഇവിടെ ഇടയ്ക്ക് കിടക്കുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയെങ്കിൽ ഈ 2 × 5 നമുക്ക് എന്ത് എഴുതാം? 10 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 3x + 20/10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x - 6/3 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതിക്കൂടായോ? ഡയറക്റ്റ് എടുത്ത് എഴുതാം. നിങ്ങൾ കുറേ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാവുന്നേ ഉള്ളെന്ന് മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് 2 ഇൻറ്റു അല്ലെങ്കിൽ 3 ഇൻറ്റു 3x + 20 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഇൻറ്റു x - 6 എന്ന് വരും. ഈ സ്റ്റെപ്പ് നമുക്ക് 2 സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? മേളിക്കയറ്റാം. ഇയാളെ പിടിച്ച് ഇവിടെ കൊണ്ടുവെക്കുന്നു. ഓക്കെ, അയാൾ അവിടെ ഇരുന്നോട്ട്. ഇനി ബാക്കി എൻ്റെ ഫർദർ ചെയ്യുമ്പോൾ 3 × 3x 9x എന്ന് വരും. + 3 × 20 60 എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 × x 10x 10 × -6 -60 എന്ന് വരും. ഇനി ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ ടേംസ് മാത്രം കൊണ്ടുവരിക. അതായത് 9x - 10x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -60 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 9x - 10x എന്ത് വരും? -x എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -60 എന്ത് വരും? -20 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് കിട്ടും. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 എന്ന് കിട്ടും. അപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ത് വരും? അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് റൈറ്റ് എൻഡിൽ 120 വരും, ലെഫ്റ്റ് എൻഡിൽ -∞ വരും. -∞ ആയതുകൊണ്ട് ഇവിടെ ഓപ്പൺ ഇൻ്റർവെല്ലിൽ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് എന്ത് 12th ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് 13th ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലോട്ട് പോകാം. 13th ക്വസ്റ്റ്യൻ കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേ. 2 × 2x + 3 2 × 2x + 3 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. പിന്നെ -10 കിടപ്പുണ്ട്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരു മൾട്ടിപ്ലിക്കേഷനും പിന്നെ ഏതെങ്കിലും അഡീഷനോ സബ്ട്രാക്ഷനോ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷനെ ചെയ്യാവൂ. പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് -10 കുറയ്ക്കണം. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 4x + 6 -10 ലെസ് ദാൻ 6x - 12 എന്ന് വരും. ഇത് ഫർദർ ചെയ്യുമ്പോൾ എന്ത് വരും? 6 - 10 -4 വരും. അപ്പോൾ 4x - 4 ലെസ് ദാൻ 6x - 12 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? എക്സിൻ്റെ ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. അപ്പോൾ 4x - 6x
ലെസ് ദാൻ -12 + 4 എന്ന് വരും. 4x - 6x എന്ത് വരും? -2x ലെസ് ദാൻ 4 - 12 -8 എന്ന് വരും. അപ്പോൾ -2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സൈൻ റിവേഴ്സ് ചെയ്യും. x ഗ്രേറ്റർ ദാൻ 4 എന്ന് വരും. -8/-2 4. ഇപ്പോൾ x ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ 4നേക്കാൾ വലിയ എല്ലാ റിയൽ നമ്പേഴ്സും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ലെഫ്റ്റ് എൻഡിൽ 4 വരും, റൈറ്റ് എൻഡിൽ ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി റൈറ്റ് എൻഡിൽ വരുന്നതുകൊണ്ട് അവിടെ ഓപ്പൺ. ലെഫ്റ്റ് എൻഡിൽ 4ൻ്റെ അവിടെ എന്താണ് ഈ പറയുന്ന കണക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് അവിടെയും ഓപ്പൺ. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ സെറ്റ്. ഇനി 14th ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതുപോലെ തന്നെ 14th ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. 14th ക്വസ്റ്റ്യൻ കിടക്കുന്നത് നോക്കേ. 37 - 3x + 5 ആണ്. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക? 37 - 3x കൊണ്ട് ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക. -5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9x - 8x -8 × -3 എന്ന് പറയുന്നത് +24 വരും. ഇനി എന്ത് ചെയ്യുക? നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും 9x - 8x എന്ന് വരും, എക്സ് വരും. റൈറ്റ് സൈഡിൽ എക്സ് ആണ്, അപ്പോൾ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ -x ആവും. ഇവിടെ ഓൾറെഡി ആരും കിടപ്പുണ്ട്? -3x കിടപ്പുണ്ട്. ഇത് ഫർദർ എന്ത് ചെയ്യുക? -3x - x എന്ന് വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു 37 ഉണ്ട്, -5 ഉണ്ട്. അപ്പോൾ 37ൽ നിന്ന് -5 പോയി കഴിഞ്ഞാൽ 32 എന്നാണ് വരുന്നത്. അപ്പോൾ 32 റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -32. ഇവിടെ ഒരു +24 കിടപ്പുണ്ട്, നോക്കുക. അങ്ങനെയെങ്കിൽ ബാക്കി 24 - 32 എന്ന് ഇവിടെ വരും. -3x - x -4x ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 - 32 എന്ന് പറയുന്നത് എന്ത് വരും? -8 വരും. സോ ഇവിടെ നമുക്ക് എക്സ് മാത്രം മതി. എക്സിനെ അവിടെ നിർത്തുകയെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ -4നെ കൊണ്ട് ഇക്വേഷൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും അങ്ങ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്ത് മാറും? സൈൻ റിവേഴ്സ് ചെയ്യും. -8/-4 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് റൈറ്റ് എൻഡിൽ 2, ലെഫ്റ്റ് എൻഡിൽ -∞, ഓപ്പൺ ഇൻ്റർവൽ, ഓപ്പണ്, റൈറ്റ് എൻഡിൽ ക്ലോസ്ഡ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് കിട്ടുന്നത്. ഇനി നോക്കിയാൽ 15th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? 15th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇവിടെ കിടക്കുന്നത് ഇനിക്വാളിറ്റിയുടെ ലെഫ്റ്റിൽ ഒരു ഫ്രാക്ഷൻ, റൈറ്റിൽ 2 ഫ്രാക്ഷൻ. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ റൈറ്റിൽ കിടക്കുന്ന ഈ ഫ്രാക്ഷൻസ് സോൾവ് ചെയ്യുക. ഫ്രാക്ഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം റൈറ്റിൽ കിടക്കുന്ന ആളെ അതുപോലെ നടത്തുന്നു. x/4 ലെസ് ദാൻ, മുകളിൽ ആരുണ്ട്? 5x - 2. അതിനെ ആര് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ പറയുന്ന 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 5x - 2 കാണണം. പിന്നീട് എന്ത് ചെയ്യണം? 3 × 7x - 3 കാണണം. പിന്നീട് എന്ത് ചെയ്യണം? ഈ 3 × 5 കാണണം. ഇടയ്ക്കുള്ള ഓപ്പറേഷൻ മൈനസ്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5 × 5x - 2 25x - 10 -3 ആണ്, കാരണം ഇവിടെ മൈനസ് ആണ്. ഇവിടുത്തെ ഓപ്പറേഷൻ മൈനസ് ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്. സോ നമ്മൾ -3 കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ബ്രാക്കറ്റിനകത്തോട്ട് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -21x എന്ന് വരും, +9 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3 × 5 15 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെ x/4 ലെസ് ദാൻ 25x ഉണ്ട്, 21x ഉണ്ട്. 25xൽ നിന്ന് 21x പോയി കഴിഞ്ഞാൽ 4x വരും. -10 + 9, 9 - 10 -1 ഡിവൈഡഡ് ബൈ 15. ഇനി എന്ത് ചെയ്യാം? ഇനി ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x × 15 4 × 4x - 1 കാണുക. 15 × x എന്ന് പറയുന്നത് 15x വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ 4 × 4x 16x -4 എന്ന് വരും. ഓക്കെ, ഇത് ഫർദർ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഫർദർ ചെയ്യുമ്പോൾ 15x -16x -x എന്ന് വരും, ലെസ് ദാൻ -4 എന്ന് വരും. ഇതെന്ത് വരും? ഇതെന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ, സൈൻ റിവേഴ്സ് ആയി, കാരണം -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് 4നേക്കാൾ വലിയ എല്ലാ റിയൽ നമ്പേഴ്സാണ്.
ഇപ്പോൾ 4 to infinity, ഓപ്പൺ ഇൻ്റർവൽ 4 to infinity, ഇതാണ് നമ്മുടെ ആൻസർ. അഗൈൻ നമ്മൾ 16th ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 16th ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 16th ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമുക്ക് തന്നിരിക്കുന്നത് ലെഫ്റ്റിലൊരു ഫ്രാക്ഷൻ തന്ന, അത് ഇന്നിക്വാളിറ്റി നോക്കുക. ഇന്നിക്വാളിറ്റിയുടെ ലെഫ്റ്റിലൊരു ഫ്രാക്ഷൻ, റൈറ്റിൽ 2 ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് കിടക്കുന്ന ഫ്രാക്ഷനെ അതുപോലെ തന്നെ നിർത്തുക. 2x - 1/3. റൈറ്റിൽ കിടക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x - 2/4 -2 - x/5 ആണ്. ഇത് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 15x - 10, പിന്നെ -4 കൊണ്ടാണ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം -8 വരും, പ്ലസ് 4x എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 × 5 20 എന്ന് വരും. നമുക്ക് ഫർദർ ചെയ്യുമ്പോൾ 2x - 1 ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15x പ്ലസ് 4x 19x എന്ന് വരും. -10 -8 -18 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 2x 40x -20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19 × 3 എന്ത് വരും? 57 എന്ന് വരും. സോ ഇത് 57x -18 × 3 എന്ത് വരും? 54 എന്ന് വരും. അപ്പോൾ ഇവിടെ 54 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി എക്സ് ആൻഡ് ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. അപ്പോൾ 40x - 57x -17x എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -54 + 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -34 എന്ന് വരും. അപ്പോൾ ഇവിടെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? -∞, ഓപ്പൺ ഇൻ്റർവൽ -∞ ടു റൈറ്റ് എൻഡിൽ ക്ലോസ്ഡ് ആവും. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ ടു 2 എന്നാണ് നമുക്ക് സൊല്യൂഷൻ സെറ്റ് കിട്ടുന്നത്.